അല്ല, അപ്പം നിങ്ങൾ കരുതുന്ന ഒരു മെസ്സേജിലൂടെ മാത്രമുള്ള ഒരു ബന്ധമാണെന്നായിരുന്നു, അതോ അതിൽ അല്ല അല്ല അവർ തമ്മിൽ കാണുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് ഇങ്ങനെ റെക്കോർഡിംഗിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പോകുമ്പോൾ, ചേട്ടൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഇനി എന്നാണ് ചേട്ടനെ കാണുന്നത്. അപ്പൊ പുള്ളി പറയുന്നു എനിക്ക് അങ്ങനെ എപ്പോഴൊന്നും വരാനൊക്കില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ പെൺകുട്ടി? ചോദിച്ചു സുജി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അപ്പോഴേ ഫോണൊക്കെ മേടിച്ച് ആ ഫോൺ ഞാൻ അലമാരയിലാണ് എറിഞ്ഞ് പൊട്ടിക്കുന്നത്. അലമാരയുടെ ഗ്ലാസ് പൊട്ടിയിട്ട് ഈ ഫോൺ തീ കത്തി ഇങ്ങനെ ഫോണിൽ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ കാണുന്ന ചാനലിൽ റിയൽ ആൻഡ് റിയൽ മീഡിയ വർക്ക് എന്ന് പറയുന്ന ചാനലിൽ രേണു സുധിയെ പറ്റി കൊല്ലം സുധിയുടെ മുൻ ഭാര്യയുടെ ഒരു വോയിസ് റെക്കോർഡ്, ഏതാണ്ട് 35 മിനിറ്റ് 41 സെക്കൻഡ് നീളമുള്ള ഒരു വോയിസ് റെക്കോർഡ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തംബ്നെയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, സുധി എന്നെ കല്യാണം കഴിച്ചതാണ്, ലിവിങ് ടുഗദർ അല്ല. അവൾ അയച്ച മെസ്സേജ് ആണ് പിരിയാൻ കാരണം. രേണുവിന്റെ മെസ്സേജ് കണ്ട് സുധിയുടെ ഫോൺ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ രേണുവിനെ അത്ര സുഖിക്കുന്ന കാര്യങ്ങളല്ല. കാര്യം അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു സ്ത്രീ ഇതിനകത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചു വെച്ചിരുന്നത് സുധിക്ക് 2 ഭാര്യമാര് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ്. ആദ്യത്തെ ഭാര്യ ശാലിനി, പുള്ളിക്കാരത്തിയുടെ മകനാണ് ഇപ്പോഴത്തെ ആ ഒരു കിച്ചു എന്ന് പറയുന്ന പയ്യൻ. 2ാമത്തെ ഭാര്യയാണ് രേണു എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനല്ല, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കക്ഷിയും കൂടെ ഉണ്ട്. ആ വ്യക്തിയാണ് ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ഈ ഒരു വോയിസിനകത്ത് ഇവരുടെ പേരോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവരൊരു ആർട്ടിസ്റ്റ് ആണ്. കോമഡി ഫെസ്റ്റിവലിലൊക്കെ സുധിയുടെ ഒപ്പം ഒരുപാട് ഷോകൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവരെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരിപ്പോ എന്തുകൊണ്ട് ഇത് വന്ന് മുന്നോട്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു സുധി കാരണം ഇവര് ഭയങ്കര മനപ്രയാസത്തിലാണ്. ഇവരെ പറ്റി അപവാദങ്ങൾ രേണു പറഞ്ഞു നടക്കുന്നു. 2013 ഈ സ്ത്രീയും കൊല്ലം സുധിയുമായിട്ടുള്ള വിവാഹം ഒക്കെ ഒഫീഷ്യലായിട്ട് നടക്കുന്നത്. അതും കൊല്ലം മാടനടയിൽ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇവർ പറയുന്നുണ്ട് സുധിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ കൂട്ടുകാരും എല്ലാം ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വോയിസുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആയിട്ട് പുറത്തു വരാനുള്ള റീസൺ എന്താണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. അതിലും വലിയ നാണക്കേട് ഞാൻ ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. കാരണം ഞാനൊരു പെൺകുട്ടിയായിട്ട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന് ഇത് പറഞ്ഞു. ഞാൻ എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു. അത് അങ്ങനെ കൊണ്ടു നടന്നതാണ്. ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളെ ഞാൻ ഉപേക്ഷിച്ചതാണ്. അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ചേച്ചി ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ട് ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാൾ 0 ബാലൻസിലാണ് നിൽക്കുന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. കൊടുത്തിട്ട് പറയുമല്ല, എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല. ആദ്യമായിട്ട് ആൾ അമേരിക്ക പോകാൻ കാശില്ലാഞ്ഞ് എന്റെ അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടിരുന്നത്, ഈ എന്താ പറയാ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടിരുന്നത് എടുത്ത് എന്റെ അമ്മയുടെ കാല് പിടിച്ച് ഞാൻ ആളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. കാരണം ഇത്ര രൂപ വേണമല്ലോ നമുക്ക് വെളിനാടുകളിൽ പ്രോഗ്രാം ചെയ്യാൻ പോണെങ്കിൽ. ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാടുകളുടെ മനുഷ്യനാണ്. ഈ ഒരു ത്രൂ ഔട്ട് വോയിസിനകത്ത് രേണുവിനെ പറ്റിയും അതുപോലെ തന്നെ മരിച്ചുപോയ സുധിയെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് രേണുവിനെ പറ്റി, രേണു കാരണമാണ് ഇവരുടെ വിവാഹ ജീവിതം തന്നെ തകർന്നതെന്നാണ് ഇവർ പറയുന്നത്. രേണു ഇപ്പൊ ഇവരെ പറ്റി പലരിടത്തും പറഞ്ഞു നടക്കുന്നത് ഇവർ കൊല്ലം സുധിയുടെ വൈഫ് അല്ലായിരുന്നു, ഇവരൊരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു. അത്തരത്തിൽ വളരെ മോശമായിട്ട് രേണു ഇവരെ പലരിടത്തും ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. പല ഇന്റർവ്യൂസിലും ഇവരുടെ ഒരു പേര് രേണു പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ആദ്യം മരിച്ചുപോയ ഒരു ശാലിനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ പേര് മാത്രമാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോമാസുധി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ നൈസായിട്ട് തംബ്നെയിലിനകത്ത് വെക്കാൻ അടിച്ചിറക്കിയ പേരാണ് സോമാസുധി. അതുവരെ ഇന്റർവ്യൂവിനകത്ത് ചോദിച്ച സമയത്ത് രേണു സുധി പറയുന്നുണ്ട് സോമാസുധി എന്ന് പറയുന്ന ഒരു വൈഫ് സുധിക്കില്ല എന്ന. അന്നേരവും ഇവരുടെ പേര് പറയുന്നില്ല. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി ഇവരെ സുധിയുടെ വൈഫായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഇവർ പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം ഇവരുടെ കയ്യിലുണ്ട്. അതെല്ലാം കാണിച്ചിട്ടാണ് ഇവർ ഈ ഒരു വീഡിയോ തന്നെ ഈ ചാനലുകാർ പുറത്തു വിടുന്നത്. ഇവർ ഈ വോയിസിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. കൊല്ലം സുധിയാണ് ഇവർ ഈ ഒരു മിമിക്രി ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നത്. ഇവരൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കോമഡി ഫെസ്റ്റിവൽ അടക്കം ഒരുപാട് ഷോകൾ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ ആ ഒരു ഇന്ററാക്ഷൻ, ഈ കൊല്ലം സുധിയും ഈ ഒരു സ്ത്രീയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം പൊതുവെ ആ ഒരു സെറ്റിൽ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ല. ഈ സ്ത്രീയാണ് ആദ്യം കൊല്ലം സുധിയെടുത്ത് ഒരു കല്യാണ പ്രപ്പോസൽ വെക്കുന്നത്. പിന്നീട് അത് 2013 ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയായിരുന്നു ചെയ്തത്. അതൊരു പ്രണയ വിവാഹം ഒന്നും ആയിരുന്നില്ല. പിന്നെ ഇവരുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് കൊല്ലം സുധി കൊല്ലത്തോട്ട് തന്നെ വരുന്നതെന്നാണ് ഇവർ ഈ ഒരു വോയിസിനകത്ത് പറയുന്ന വേറൊരു കാര്യം. ഇവരെ 2013 കൊല്ലം സുധി വിവാഹം കഴിക്കുന്ന സമയത്ത് ആദ്യത്തെ ഭാര്യയിലുണ്ടായ മൂത്ത മകൻ ഏതാണ്ട് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പോഴും ഈ ശാലിനി മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ ഭാര്യ. ഇവർ തമ്മിൽ കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫാമിലിയിലോട്ടാണ് രേണു സുധീന്റെ കടന്നുവരവ്. രേണു സുധി എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ ഇടയിലോട്ട് വന്നതെന്ന് കൃത്യമായി പറയുന്നില്ല. ഏത് വഴിയാണ് വന്നതെന്ന് പറയുന്നില്ല. പക്ഷെ രേണുവായിട്ട് കൊല്ലം സുധിക്ക് ഒരു വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഇവർ കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. ആ പറയുന്ന ഭാഗം ഞാനൊന്ന് വെക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കാം.
ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അടിച്ചായിരുന്നു പുള്ളി. നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. കാശ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കടം മേടിക്കും, എല്ലാവരും വിളിച്ച് കടം മേടിച്ചെങ്കിൽ പുള്ളി മദ്യപിക്കും. ഈ കൊല്ലം സുധിയെ അടുത്തറിയാവുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു, നല്ല രീതിയിൽ കുടിക്കുന്ന വ്യക്തിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം പുള്ളിയുടെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ച സുഹൃത്തുക്കൾ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പുള്ളിക്കാരന്റെ മെസ്സേജ് കണ്ടു. പിന്നെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്, എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആൾ ചോദിക്കുന്നു നിങ്ങൾ പിണക്കമല്ല പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. അറിയാമായിരുന്നു ഇതുപോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പോൾ അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം, എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കേട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് ഞങ്ങൾ പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടൻ ചേട്ടത്തേക്ക് വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നത് ആൾ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അവളെന്നാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അയക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവായി കൊല്ലം സുധി ഇരിക്കുന്ന സമയത്ത് തന്നെ രേണുവുമായിട്ട് ഒരു വഴിവിട്ട ബന്ധം, അതിനെ ഒരു പ്രത്യേകതരം വീട് വെച്ച് നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അവിഹിതം എന്ന് പറയാം. ഒരുപാട് വൾഗർ മെസ്സേജസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അന്നേരം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവർ ഈ പറയുന്നതിനകത്ത് അവിടെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മരിച്ചുപോയ ഒരാളെ പറ്റി മോശം പറയുന്നത് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല അതിനോട്. പക്ഷെ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ മരിച്ചുപോയ അതേ വ്യക്തിയുടെ പേര് മുതലെടുത്ത് വേറൊരു വ്യക്തി ഫേമസ് ആവുകയും ആ ഫേമസ് ആയ വ്യക്തി ഇവരെ പലയിടത്തും താറടിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സത്യസന്ധത അല്ലെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇവർ ഈ പറയുന്ന സത്യമാണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല, നമ്മൾ ഒരു വർഷം മാത്രമാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവിന്റെ അവസാന ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്, അത് കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വിശ്വസിക്കാതിരിക്കാനും പറ്റും. അത്രയും കൺവിൻസിംഗ് ആയിട്ടാണ് ഇവർ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. ഞാൻ അതും കൂടെ ഒന്ന് കേൾപ്പിക്കാം. അതുപോലെ തന്നെ നാളെ ഒരു അവസരത്തിൽ എന്നോട് ഇത് പറയുവാണ്, ചേച്ചി എനിക്കിത് പറ്റില്ല, ചേച്ചി അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ക്യാമറ മുന്നിൽ ഇരുന്നാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരു കാര്യം പോലും ഇതിൽ കള്ളം പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഞാൻ ആരുടെ മുമ്പിലാണ് കുഞ്ഞു കുമ്പിട്ട് അയ്യോ ഞാൻ പറഞ്ഞ കള്ളമാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഞാൻ ഈ പറഞ്ഞ സത്യമാണെന്നുള്ളത് 1000 പേരെന്റെ ചുറ്റും നിന്ന് പറയും. ഒരാളല്ല 2 പേരല്ല 1000 പേരെന്റെ ചുറ്റും നിന്ന് പറയും. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ഇവർ ഈ ഒരു കാര്യം പറയുന്നത്. മാത്രമല്ല ഈ ആങ്കർ എടുത്തു പറയുന്നുണ്ട് ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ട് വെരിഫൈ ചെയ്തു, അതുപോലെ തന്നെ ഈ വീഡിയോ പുറത്തു വിട്ടാൽ ഇവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം ഇവർ തന്നെ ഏറ്റെടുത്തോളാം എന്നുള്ള ഒരു കൺസെന്റ് വീഡിയോ അടക്കം അയച്ച് മേടിച്ച് ഈ ഒരു ചാനലുകാരുടെ സൈഡ് അവർ സേഫ് ആക്കി വെച്ച് ഇവരുമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഇവർ സംസാരിച്ച് പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട്, സത്യമാണെന്ന് ഉറച്ച ബോധ്യം ഉണ്ടായതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ തന്നെ അവർ ടെലികാസ്റ്റ് ചെയ്തത് എന്നാണ് ഈ ആങ്കർ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരൊരു റീച്ചിന് വേണ്ടിയിട്ട് വന്നതല്ല. കാര്യം രേണു സുധി അത്യാവശ്യം ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം അവരെ പിടിച്ച് റീച്ച് ആവാൻ വേണ്ടി പല ടീംസും നോക്കുന്നുണ്ട്, പല നാറികളും അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. സോ അത് ആ ഒരു റീച്ച് കണ്ടിട്ട് അവരെ താറടിക്കാൻ വന്ന പോലെ തോന്നുന്നില്ല. കാരണം ഇവർ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അവരും ഒരു ആർട്ടിസ്റ്റ് ആണ്, അവർക്കും ഈ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകേണ്ടതാണ്. അപ്പോൾ അവർ റീച്ചിന് വേണ്ടി ചെയ്തൊരു കാര്യമല്ല. സുധി കൊണ്ടു നടന്ന പെണ്ണാണെന്നും അങ്ങനെ പല രീതിയിൽ പല വാക്കുകൾ വളരെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഇവരെ വിശേഷിപ്പിച്ചതിനെ തുടർന്ന്, രേണു സുധി പറഞ്ഞതിനെ തുടർന്നാണ് ഇവരിപ്പോൾ ഈ ഒരു വോയിസുമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഒരു സൈഡ് മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്, ഇതിനൊരു മറുഭാവം കൂടെ ഉണ്ട്. രേണുവിന്റെ ഒരു വെർഷൻ കൂടി ഉണ്ട്. രേണുവിന് ചിലപ്പോൾ പറയാൻ കുറെ ന്യായങ്ങൾ ഉണ്ടാവും, ഇവരുടെ ഭാഗത്ത് കുറെ തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരാളെ മാത്രം സൈഡിൽ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു തുണിയെടുക്കാത്ത യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണു ഇപ്പൊ നെഗറ്റീവ് പ്രൊമോട്ട് ചെയ്യുന്ന നല്ല രീതിയിൽ റീച്ചിൽ പൊക്കോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. രേണുവിന് വീട് കിട്ടിയ ഒരു അവസരമാണ് ഇത് പിന്നെയും ഒരു റീച്ചിലോട്ട് പോകാൻ. രേണുവിന്റെ റീച്ച് ഒന്ന് ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനം വന്നത്. ഇതെന്തായാലും കത്താൻ ചാൻസ് ഉണ്ട്. രേണു ഇനിയും ഇന്റർവ്യൂ കൊടുക്കും, അവർ ഇനിയും റീച്ചിലോട്ട് പോകും. അതിന് ഈ ഒരു ചേച്ചി നിമിത്തമായെന്ന് മാത്രം. കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല, കാര്യം എന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഞാനിവിടെ വെക്കുന്നില്ല. വൺ സൈഡ് മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ.